ഹലോ ഫ്രണ്ട്സ്, എ വെരി ബിഗ് ഹായ് ഫ്രം ടോപ്പ് ട്യൂഷൻ. നോൺ മെറ്റൽസ് എന്ന ഈ ചാപ്റ്ററിൽ ഒരു നോൺ മെറ്റൽ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. കാർബൺ, ആറ്റമിക് നമ്പർ 6, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,4. വാട്ട് ആർ അലോട്രോപ്സ്? വാട്ട് ഈസ് അലോട്രോഫി? അലോട്രോപ്സ് എന്താണ്? അലോട്രോഫി എന്താണ്? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അലോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ഒരു സെയിം എലമെൻറ്റ് ഡിഫറെൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടിയോട് കൂടി ഡിഫറെൻറ്റ് ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് അലോട്രോപ്സ് എന്ന് പറയുന്നത്. നോക്കൂ, കാർബണിൻ്റെ രണ്ട് അലോട്രോപ്സ് ആണ് ഗ്രാഫൈറ്റ്, ഡയമണ്ട്. ഇത് രണ്ടും സെയിം എലമെൻറ്റ് കാർബൺ തന്നെയാണ്. പക്ഷേ രണ്ടിനും ലുക്ക് ആൻഡ് ഫീലും ഫിസിക്കൽ പ്രോപ്പർട്ടിയും എല്ലാം ഗ്രാഫൈറ്റിൻ്റെയും ഡയമണ്ടിൻ്റെയും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതിനെയാണ് നമ്മൾ അലോട്രോപ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ അലോട്രോപ്സ് ഉണ്ടാകുന്നത്? ഈ ഗ്രാഫൈറ്റ് നോക്കൂ, ഗ്രാഫൈറ്റിൽ ഈച്ച് ഡോട്ട് ഒരു കാർബൺ ആറ്റത്തിനെയാണ് കാണിക്കുന്നത്. ഗ്രാഫൈറ്റിൽ കാർബൺ ആറ്റം കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഷേപ്പിലാണ്. ഡയമണ്ടിൽ ഈ ഷേപ്പിലാണ് ഈച്ച് കാർബൺ ആറ്റം അടുത്ത കാർബൺ ആറ്റമായിട്ട് ലിങ്ക് ചെയ്ത് വന്നിരിക്കുന്നത്. ഈ അലോട്രോപ്സ് ഉണ്ടാകാൻ കാരണം ഏത് വിധത്തിലാണ് ഇൻഡിവിജ്വൽ ആറ്റംസ് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നതിലുള്ള വ്യത്യാസം, അതിനനുസരിച്ചിട്ടാണ് അലോട്രോപ്സ് ഫോം ചെയ്യുന്നത്. കാർബണിൻ്റെ അലോട്രോപ്സിന് എക്സാമ്പിളാണ് ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ചാർക്കോൾ, കോൾ. അലോട്രോഫി, അലോട്രോപ്സിലായി നിൽക്കാനുള്ള ഒരു എലമെൻറ്റിൻ്റെ ആ പ്രോപ്പർട്ടി, ആ കഴിവിനെയാണ് നമ്മൾ അലോട്രോഫി എന്ന് പറയുന്നത്. അലോട്രോഫി is a phenomenon where an element exists in two or more different forms called allotropes. Question: കാർബണിൻ്റെ അലോട്രോപ്സിനെ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. കാർബണിൻ്റെ അലോട്രോപ്സിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു: ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് ആൻഡ് അമോർഫസ് അലോട്രോപ്സ്. ആദ്യത്തെ ക്രിസ്റ്റലൈൻ അലോട്രോപ്സ്. ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ജിയോമെട്രിക്കൽ ഷേപ്പ് ഉണ്ടാവും. അതിലെ പാർട്ടിക്കിൾസ്, അതായത് ഈച്ച് ആറ്റംസ് ഒരു 3 ഡയമെൻഷനിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു റെഗുലർ പാറ്റേൺ, ആ ഒരു സ്ട്രക്ചർ ആയിരിക്കും ക്രിസ്റ്റലൈൻ അലോട്രോപ്സിൽ വരുന്നത്. ഇത് കാർബണിൻ്റെ ക്രിസ്റ്റലൈൻ അലോട്രോപ്സ്, ഗ്രാഫൈറ്റ്, ഡയമണ്ട് ഒക്കെ ഇതിനകത്ത് ഈ സ്ട്രക്ചർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഗ്രാഫൈറ്റിൽ, ഡയമണ്ടിൽ ഈ സ്ട്രക്ചർ 3 ഡയമെൻഷനിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള അലോട്രോപ്സിനെയാണ് നമ്മൾ ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് എന്ന് പറയുന്നത്. കാർബണിൻ്റെ ക്രിസ്റ്റലൈൻ അലോട്രോപ്സിന് എക്സാമ്പിളാണ് ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫ്യൂലറിൻ, ഗ്രാഫീൻ, എക്സെട്ര. ഇനി കാർബണിൻ്റെ അമോർഫസ് അലോട്രോപ്സ്. അമോർഫസ് അലോട്രോപ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഡു നോട്ട് ഹാവ് ഡെഫിനിറ്റ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. ഈ ക്രിസ്റ്റലൈൻ അലോട്രോപ്സിനെ മാതിരി ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ അമോർഫസ് അലോട്രോപ്സിന് ഉണ്ടാവില്ല. കാർബണിൻ്റെ അമോർഫസ് അലോട്രോപ്സിന് എക്സാമ്പിളാണ് ചാർക്കോൾ, കോക്ക്, ലാംബ്ലാക്ക്, കോൾ, എക്സെട്ര. ക്വസ്റ്റ്യൻ: ഡയമണ്ടിനെ നേച്ചറിലുള്ള ഏറ്റവും ഹാർഡായിട്ടുള്ള മെറ്റീരിയലായി മാറ്റിയിരിക്കുന്നത് എന്താണ്? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഡയമണ്ട് കാർബണിൻ്റെ ഒരു ക്രിസ്റ്റലൈൻ അലോട്രോപ്പാണ്. ക്രിസ്റ്റലൈൻ അലോട്രോപ്പ് എന്ന് പറയുമ്പോൾ അതിനൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ജിയോമെട്രിക്കൽ ഷേപ്പ് ഉണ്ടാകും. ഇതാണ് ഡയമണ്ടിൻ്റെ ജിയോമെട്രിക്കൽ ഷേപ്പ്. ഇവിടെ ഡയമണ്ടിൻ്റെ ഈ ബോണ്ടിങ് ഒന്ന് നോക്കൂ. കാർബണിൻ്റെ ആറ്റമിക് നമ്പർ 6ഉം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,4 ആണ്. ഔട്ടർ ബോണ്ടിൽ 4 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 ഇലക്ട്രോൺസ് കൂടി ആവശ്യമുണ്ട്. ആ ഇലക്ട്രോൺസ് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാർബൺ ആറ്റവും ചുറ്റുപാടുമുള്ള 3 ഡയമെൻഷനിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന 4 കാർബൺ ആറ്റവുമായിട്ട് കോവലന്റ് ബോണ്ട് ഫോം ചെയ്തിട്ടാണ് അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കുന്നത്. ഇവിടെ ഈച്ച് കാർബൺ ആറ്റത്തിന് 4 ബോണ്ടും വരുന്നുണ്ട്. അത് 3 ഡയമെൻഷനിലാണ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്, 2 ഡയമെൻഷനിലല്ല. അപ്പോൾ ഒരു 3 ഡയമെൻഷനിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഈ സ്ട്രോങ് ബോൺസും കൂടി ആകുമ്പോൾ ഡയമണ്ട് നല്ല ഹാർഡ് മെറ്റീരിയലായി മാറുകയാണ് ചെയ്യുന്നത്. ദിസ് സ്ട്രോങ് ബോണ്ടിങ് ആൻഡ് ദ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഹാർഡ്നെസ് ഓഫ് ഡയമണ്ട്. ഡയമണ്ടിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഡയമണ്ട് നമുക്കറിയാം ഒരു കാർബണിൻ്റെ ക്രിസ്റ്റലൈൻ അലോട്രോപ്പാണ്. അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ബിക്കോസ് ഇതിന് 4 CC ബോണ്ടും ഇൻ 3 ഡയമെൻഷനിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ആ സ്ട്രക്ചർ ഇതിനെ നല്ല ഹാർഡ് മെറ്റീരിയലായിരിക്കും മാറ്റിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഡയമണ്ട് ഉപയോഗിച്ചിട്ട് ഓർണമെൻറ്റ്സ് മേക്കിങ്ങിനും ഗ്ലാസ് കട്ടിങ്ങിനും എല്ലാം ഉപയോഗിക്കാൻ പറ്റും. ഇനി ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഓർണമെൻറ്റ്സ് ഡയമണ്ട് വെച്ചുണ്ടാക്കുമ്പോൾ അത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ടാകും, കൂടുതൽ റിഫ്ലക്ഷൻസ് നടന്നിട്ട്. ഇനി
ഇതിൽ നോക്കുമ്പോൾ ഈച്ച് കാർബൺ ആറ്റം 4 കാർബൺ ആറ്റവുമായിട്ടാണ് CC ബോണ്ട് ഉണ്ടായിരിക്കുന്നത്. കാർബണിൻ്റെ വാലൻസി 4 ആണ്. ആ ഒക്ടറ്റ് കംപ്ലീഷനുള്ള 4 ഇലക്ട്രോൺ ഈ 4 CC ബോണ്ട് വഴി അതിന് കിട്ടി. അതായത് ഔട്ടർ ബോണ്ടിൽ വേറെ ഫ്രീ ഇലക്ട്രോൺസ് ഒന്നും ഡയമണ്ടിന് ഇല്ല. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ഫ്ലോ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതൊരു കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി അല്ല. ക്വസ്റ്റ്യൻ: ഗ്രാഫൈറ്റ് എന്തുകൊണ്ടാണ് ഒരു ഇഫക്റ്റീവായ ലൂബ്രിക്കൻ്റ് ആയിരിക്കുന്നത്? ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗ്രാഫൈറ്റ് ഒരു ക്രിസ്റ്റലൈൻ അലോട്രോപ്പാണ് കാർബണിൻ്റെ. അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ, അതായത് ഒരു ലെയർഡ് ഫോമിലാണ് ഗ്രാഫൈറ്റിൻ്റെ സ്ട്രക്ചർ. ഇത് ഒരു ലെയർ, ഇത് സെക്കൻഡ് ലെയർ, അങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്നിൻ്റെ മേലെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഈച്ച് കാർബൺ ആറ്റം, ഇതിനകത്ത് ഒരു കാർബൺ ആറ്റം നോക്കുകയാണെങ്കിൽ സെയിം ലെയറിലുള്ള വേറെ 3 കാർബൺ ആറ്റവുമായിട്ടാണ് ഓരോ കാർബൺ ആറ്റവും CC ബോണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കാർബൺ ആറ്റം 1, 2, 3 അങ്ങനെ 3. ഈച്ച് ലെയറിൽ മാത്രമാണ് അത് CC ബോണ്ട് ചെയ്യുന്നുള്ളൂ. ഈ കാർബൺ ആറ്റം ഒരിക്കലും വേറെ ലെയറിലുള്ള ഒരു കാർബൺ ആറ്റവുമായിട്ടും ലിങ്ക് ഗ്രാഫൈറ്റിൽ ഇല്ല. അങ്ങനെ ആകുമ്പോഴേക്കും ഈ ലെയേഴ്സ് തമ്മിലുള്ള കണക്ഷൻ ഇല്ല. വീക്ക് അട്രാക്ഷൻ ആയിരിക്കും 2 ലെയേഴ്സ് തമ്മിലുള്ളത്. അപ്പോൾ ഒരു ലെയറിന് മറ്റു ലെയറിൻ്റെ മേലെ സ്ലൈഡ് ചെയ്ത് പോകാം. ബിക്കോസ് കണക്ഷൻ ഇല്ല, വീക്ക് അട്രാക്ഷൻ ആണ്. അപ്പോൾ സ്ലൈഡിങ് ഇഫക്റ്റ് കൊടുക്കും. അതാണ് ഗ്രാഫൈറ്റിനെ ഒരു ഇഫക്റ്റീവ് ലൂബ്രിക്കൻ്റ് ആക്കി മാറ്റുന്ന ഈ സ്ട്രക്ചർ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾ പബ്ലിഷ് ചെയ്യുവാൻ ഞങ്ങൾക്കത് പ്രചോദനമാകും. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ഗ്രാഫീൻ? ഗ്രാഫീൻ അത് കാർബണിൻ്റെ മറ്റൊരു ക്രിസ്റ്റലൈൻ അലോട്രോപ്പാണ്. ഗ്രാഫൈറ്റുമായിട്ട് നല്ല റിലേറ്റഡ് ആണ്. ഗ്രാഫൈറ്റിൽ 3 ഡയമെൻഷനിൽ മൾട്ടിപ്പിൾ ലെയേഴ്സ് ആയിട്ടാണ് കാർബൺ ആറ്റം സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരു സിംഗിൾ ലെയർ എടുത്താൽ അതാണ് ഗ്രാഫീൻ. അതുകൊണ്ട് ഗ്രാഫീൻ ഈസ് എ സിംഗിൾ ലെയർ ഓഫ് ഗ്രാഫൈറ്റ്. അത് ഒരു 2 ഡയമെൻഷനിലാണ്. ഈ ഗ്രാഫൈറ്റിനെ മാതിരി 3 ഡയമെൻഷനിൽ അല്ല. ദെൻ ഗ്രാഫീൻ നാനോ ടെക്നോളജിനെ റെവല്യൂഷണലൈസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ഗ്രാഫീനിൽ ഉണ്ട്. നാനോ ടെക്നോളജി ദാറ്റ്സ് വർക്കിംഗ് വിത്ത് സൂപ്പർ ടൈനി തിങ്സ്. ഗ്രഫീൻ നാനോ ടെക്നോളജിയെ റെവല്യൂഷണലൈസ് ചെയ്തു എന്ന് നമ്മൾ കണ്ടു. എന്തൊക്കെയാണ് സ്പെസിഫിക് പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രഫീൻ നാനോ ടെക്നോളജിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോക്കാം. സ്ട്രെങ്ത് നല്ല കൂടുതലാണ്. സ്റ്റീലിനേക്കാളും സ്ട്രെങ്ത് കൂടിയ മെറ്റീരിയലാണ് ഗ്രഫീൻ. കൂടെ ലൈറ്റ് വെയ്റ്റുമാണ്, ഭാരം കുറവുമാണ് സ്റ്റീലിനേക്കാളും. തെർമൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കോപ്പറിനേക്കാളും മോർ എഫിഷ്യൻ്റായി ഗ്രഫീൻ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി പോസിബിൾ ആണ്. തെർമൽ കണ്ടക്ടിവിറ്റിയും നല്ല കൂടുതലാണ്. ചൂടും നല്ല എളുപ്പത്തിൽ ട്രാൻസ്ഫർ ആകും. ഫ്ലെക്സിബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി നല്ല ഫ്ലെക്സിബിൾ ആണ്. 1 ലെയർ തിക്നെസ് അല്ലേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്ക് വളയ്ക്കാനും പറ്റും. ട്രാൻസ്പാരൻറ്റ് മെറ്റീരിയലുമാണ്. 2 ഡയമെൻഷണൽ സ്ട്രക്ചറാണ്. 1 ആറ്റം തിക്നെസ്സേ ഉള്ളൂ. 1 ആറ്റം തിക്നെസ് ആണ് ഗ്രഫീനിലുള്ളത്. അപ്പോൾ സൂപ്പർ ടൈനി ആപ്ലിക്കേഷൻസ് ഓഫ് നാനോ ടെക്നോളജീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രഫീൻ സ്യൂട്ടബിൾ ആയിരിക്കും. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഗ്രാഫൈറ്റ് ആൻഡ് ഗ്രാഫീൻ. ഗ്രാഫൈറ്റും ഗ്രാഫീനും കാർബണിൻ്റെ 2 ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് ആണ്. ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സ്ട്രക്ചറിൻ്റെ ഡിഫറൻസ്: ഗ്രാഫൈറ്റിൽ മൾട്ടി ലെയർഡ് ആണ്, ഗ്രാഫീനിൽ ഒരു സിംഗിൾ ലെയർ ആണ്. രണ്ടിലും ഹെക്സഗണൽ പാറ്റേൺസ് തന്നെയാണ്. ഓൺലി ഡിഫറൻസ് വരുന്നത് മൾട്ടി ലെയറും സിംഗിൾ ലെയറുമാണ്. തിക്നെസ് നോക്കുകയാണെങ്കിൽ കുറേ ലെയർ ഉള്ളത് കാരണം എത്ര ലെയർ ഉണ്ടോ അത്ര കണ്ട് തിക്നെസ് നമുക്ക് ഗ്രാഫൈറ്റിൽ കൂട്ടി കിട്ടും. പക്ഷേ ഒരു 1 ആറ്റം തിക്നെസ് മാത്രം, ഒരു ലെയർ മാത്രമല്ലേ ഉള്ളൂ, അത്രേ ഉണ്ടാവുള്ളൂ ഗ്രാഫീനിൽ. ഇത് ഗ്രാഫൈറ്റ് 3 ഡയമെൻഷനലാണ്. ഗ്രഫീൻ ഒരു 2 ഡയമെൻഷണൽ സ്ട്രക്ചറാണ്. കണ്ടക്ടിവിറ്റി ഗ്രാഫൈറ്റിന് കുറവാണ്. ഗ്രാഫീൻ എക്സലൻറ്റ് തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടറാണ്. സ്ട്രെങ്ത് വൈസ് നോക്കിയാലും എക്സ്ട്രീം സ്ട്രെങ്ത് ആണ്. ലൈറ്റ് വെയ്റ്റുമാണ് ഗ്രാഫീനിലുള്ളത് ഗ്രാഫൈറ്റിനേക്കാളും. ആപ്ലിക്കേഷൻസ് ലൂബ്രിക്കൻസും പെൻസിൽ ലെഡിനും ഇലക്ട്രോഡ്സിനൊക്കെയാണ് ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നത്. നാനോ ടെക്നോളജി ആപ്ലിക്കേഷൻസിനാണ് ഗ്രാഫീൻ കൂടുതലായി ഉപയോഗിക്കുന്നത്. വാട്ട് ഈസ് ഫില്ലറിൻ? എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ. ഫില്ലറിൻ കാർബണിൻ്റെ മറ്റൊരു ക്രിസ്റ്റലൈൻ അലോട്രോപ്പാണ്. വിത്ത് സ്പെസിഫിക് ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ട്. അതിനകത്ത് പെൻറ്റഗൺസും ഹെക്സഗൺസുമായിട്ടുള്ള പാറ്റേൺസ് ആണ് കാണുന്നത്. ഇത് 1, 2, 3, 4, 5 ഇതൊരു പെൻറ്റഗണൽ സ്ട്രക്ചർ. ഇത് അടുത്ത് തന്നെ ഇതൊരു 1, 2, 3, 4, 5, 6 ഇത് ഹെക്സഗണൽ ഷേപ്പ്. ഇത് കോമ്പിനേഷൻ ഓഫ് പെൻറ്റഗൺസ് ആൻഡ് ഹെക്സഗൺസ് ആയിട്ടാണ് ഈ ഫില്ലറിൻസിൽ ഉള്ളത്. ഫില്ലറിൻസിൻ്റെ ഒരു സ്ഫെറിക്കൽ ഷേപ്പിലുള്ള ഫില്ലറിൻസിന് അതിനെ ബക്കി ബോൾസ് എന്നാണ് പറയുന്നത്.
ഇതാണ് അതിൻ്റെ ഷേപ്പ്. ഫിലറിൻസ് വിത്ത് സിലിണ്ട്രിക്കൽ സ്ട്രക്ചർ, സിലിണ്ട്രിക്കൽ ഷേപ്പിൽ ഈ ഒരു ഫോമിലുള്ള ഫിലറിൻസിനെ അതിന് ബക്കി ട്യൂബ്സ് എന്നാണ് പറയുന്നത്. കാർബൺ നാനോ ട്യൂബ്സ് ഉണ്ടാക്കുന്നതിനെല്ലാം ഈ ഷേപ്പിലുള്ള ഫിലറിനാണ് യൂസ് ചെയ്യുന്നത്. ഫിലറിൻ്റെ ഈ സ്പെസിഫിക് സ്ട്രക്ചർ ഇൻഫർമേഷൻ ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീനെല്ലാം റെവല്യൂഷനലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളായി. ഇതുപോലുള്ള വീഡിയോസ് ടോപ്പ് ട്യൂഷൻ ചാനൽ റെഗുലറായി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പുതിയ വീഡിയോകൾ ഉടൻ തന്നെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗ്രാഫൈറ്റിൻ്റെ കുറച്ച് ഉപയോഗങ്ങൾ പറഞ്ഞിട്ട് ഏത് സ്പെസിഫിക് പ്രോപ്പർട്ടിയാണ് ആ ഉപയോഗത്തിന് ഗ്രാഫൈറ്റിനെ സ്യൂട്ടബിൾ ആക്കുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ്സ്, ഡ്രൈ സെല്ലിലേക്ക് ഇലക്ട്രോഡ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഏത് പ്രോപ്പർട്ടിയാണ് അതിന് ഉപകരിക്കുന്നത്? നമുക്കറിയാം കാർബണിൻ്റെ വാലൻസി 4 ആണ്. ലയേർഡ് സ്ട്രക്ചറിലാണ് ഗ്രാഫൈറ്റ് ഉള്ളത്. ഗ്രാഫൈറ്റിൽ ഈ മൾട്ടി ലെയർഡായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുമ്പോൾ ഓരോ കാർബൺ ആറ്റവും അടുത്തുള്ള സെയിം ലെയറിലുള്ള 3 കാർബൺ ആറ്റവുമായിട്ട് CC ബോണ്ടും ഒരു ഔട്ടർ ബോണ്ട് ഇലക്ട്രോൺ ഫ്രീ ആയിരിക്കും. ആ ഫ്രീ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എഫിഷ്യൻ്റായി നടത്താനായിട്ട് ഗ്രാഫൈറ്റിന് പറ്റും. അതുകൊണ്ടാണ് അത് ഇലക്ട്രോഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, എന്തുകൊണ്ടാണ് പെൻസിൽ ലെഡിന് വേണ്ടിയിട്ട് ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നത്? സെയിം തിങ് തന്നെ. ഓരോ കാർബൺ ആറ്റവും 3 കാർബൺ ആറ്റവുമായി സെയിം ലെയറിൽ തന്നെ ബോണ്ട് ഉണ്ട്. അത് ഇന്റർ കണക്ഷൻ ഇല്ല, ലെയേഴ്സ് തമ്മിലുള്ള ഇന്റർ കണക്ഷൻ ഇല്ല, കോവാലന്റ് ബോണ്ട് ഇല്ല. അപ്പോൾ ഒരു ലെയറിന് മറ്റേ ലെയറിൻ്റെ മേലിൽ സ്മൂത്തായി സ്ലൈഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സോഫ്റ്റ് ആണ് ഗ്രാഫൈറ്റ്. അപ്പോൾ ക്ലിയർ മാർക്സ് പേപ്പറിൽ ഉണ്ടാക്കാനായിട്ടും പറ്റും. അതുകൊണ്ടിട്ടാണ് പെൻസിൽ ലെഡിന് ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നത്. ഇനി ലൂബ്രിക്കൻ്റായി ഉപയോഗിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഏത് പ്രോപ്പർട്ടിയാണ്? അത് സെയിം പ്രോപ്പർട്ടി. ഓരോ കാർബൺ ആറ്റവും സെയിം ലെയറിൽ മാത്രമാണ് ബോണ്ടുള്ളൂ, ഇന്റർ കണക്ഷൻ ഇല്ല. ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഒരു കോവാലന്റ് ബോണ്ടും ഇല്ല. അതുകൊണ്ട് വീക്ക് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ലെയേഴ്സ് ആയത് കാരണം സ്ലൈഡിങ് പോസിബിൾ ആണ്. അതുകൊണ്ട് ഇഫക്റ്റീവ് ലൂബ്രിക്കൻ്റായി യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് കാർബൺ കോമ്പൗണ്ട്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇൻഓർഗാനിക് മീൻസ് കാർബൺ ഹൈഡ്രജൻ CH ബോണ്ട് ഇല്ലാത്ത കോമ്പൗണ്ട്. കാർബൺ ഡയോക്സൈഡ് CO2, കാർബൺ മോണോക്സൈഡ് CO, കാൽഷ്യം കാർബണേറ്റ് CaCO3, സോഡിയം ബൈകാർബണേറ്റ് NaHCO3. സം ഓർഗാനിക് കോമ്പൗണ്ട്. ഓർഗാനിക് കോമ്പൗണ്ട് അതിൽ കാർബൺ ഹൈഡ്രജൻ ബോണ്ട്സ് ഉണ്ടാകും. എക്സാമ്പിൾ മീത്തേൻ CH4, ഗ്ലൂക്കോസ് C6H12O6, അസറ്റിക് ആസിഡ് CH3COOH, ബെൻസീൻ C6H6. കാർബണോ കാർബണിൻ്റെ കോമ്പൗണ്ട്സോ കത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. കാർബൺ അത് സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ, അങ്ങനെയുള്ള ബേണിംഗ് ആണെന്നുണ്ടെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ആണ് പ്രൈമറി പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാവുക. CO2, C+O2 ഗീവ്സ് CO2. അതല്ല സഫിഷ്യൻ്റ് ആയിട്ടുള്ള എമൗണ്ടിൽ ഓക്സിജൻ ഇല്ല, ഓക്സിജൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ കാർബൺ പ്രോഡക്ട്സ് കത്തുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ മോണോക്സൈഡ് ആണ് CO. അതിൻ്റെ ഇക്വേഷൻ 2C+O2 ഗീവ്സ് 2CO. അതായത് സഫിഷ്യൻ്റ് എമൗണ്ടിൽ ആവശ്യത്തിന് അളവിൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ കാർബൺ ഡയോക്സൈഡും, സഫിഷ്യൻ്റ് ആയിട്ടുള്ള എമൗണ്ടിൽ ഓക്സിജൻ കത്താനായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ കാർബൺ മോണോക്സൈഡും ഉണ്ടാകും. എന്താണ് കാർബോജൻ, എന്താണ് ഡ്രൈ ഐസ്? രണ്ടിൻ്റെയും ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഓരോ ഉപയോഗം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. കാർബോജൻ ഓക്സിജൻ്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെയും ഒരു മിശ്രിതമാണ് കാർബോജൻ. 95% ഓക്സിജനും 5% കാർബൺ ഡയോക്സൈഡും. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ചെയ്യാൻ കൊടുക്കാനുള്ള ഉപയോഗിക്കുന്നതാണ് കാർബോജൻ. ആർട്ടിഫിഷ്യൽ ബ്രീതിങ് ഡിഫിക്കൽറ്റി ഒക്കെ ഉണ്ടാകുന്ന കേസിൽ ആർട്ടിഫിഷ്യലി ആയിട്ട് റെസ്പിറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കാർബോജൻ. ഡ്രൈ ഐസ് പറഞ്ഞാൽ സോളിഡ് കാർബൺ ഡയോക്സൈഡിനെയാണ് നമ്മൾ ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. സ്റ്റേജ് ഷോയിലെല്ലാം സ്മോക്കി ഇഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രൈ ഐസ് ഉപയോഗിക്കുന്നത്. കാർബൺ ഡയോക്സൈഡിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസസ് ഏതൊക്കെയാണ്? ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സിലെല്ലാം ഉപയോഗിക്കുന്നു. തീ അണയ്ക്കാൻ കാർബൺ ഡയോക്സൈഡ് തീ അണയ്ക്കാനായിട്ടാണ് ഹെൽപ്ഫുൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സിൽ ഉപയോഗിക്കുന്ന, സോഡ വാട്ടർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന, വാഷിംഗ് സോഡ, ബേക്കിംഗ് സോഡ, അതിൻ്റെ എല്ലാം മാനുഫാക്ചറിന് വേണ്ടിയിട്ട് കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കുന്നു. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ലൈക്ക് യൂറിയ അതുണ്ടാക്കാൻ കാർബൺ ഡയോക്സൈഡ് വേണം. കാർബോജൻ നമ്മൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന കാർബോജൻ്റെ ഉണ്ടാക്കുന്നതിനും കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കുന്നു. സോളിഡ് കാർബൺ ഡയോക്സൈഡ് ഡ്രൈ ഐസ്, അത് സ്റ്റേജിലെല്ലാം സ്മോക്കി ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും. ഇതെല്ലാം കാർബൺ ഡയോക്സൈഡിൻ്റെ ഉപയോഗങ്ങളാണ്.
കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡിന് കളറില്ല, അത് സ്വയം കത്തുന്നില്ല, അത് കത്താൻ സപ്പോർട്ടും ചെയ്യുന്നില്ല. മണമില്ല, എയറിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ്. വെള്ളത്തിൽ അലിയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അത് അസിഡിക് ആണ് അതിൻ്റെ പ്രോപ്പർട്ടി. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം, കൊടുക്കുന്തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും കൂട്ടുകാർക്കും ഷെയർ ചെയ്തു കൊടുക്കൂ. മാച്ച് ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ, വാഷിംഗ് സോഡ. അതിൻ്റെ കെമിക്കൽ നെയിം Na2CO3 10H2O. മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ, അതിനെ പറയും വാട്ടർ ഗ്യാസ്. ബേക്കിംഗ് സോഡ, കെമിക്കൽ നെയിം NaHCO3. ഇനി ലാസ്റ്റ് ഈ പ്രൊഡ്യൂസർ ഗ്യാസ്, അത് കാർബൺ മോണോക്സൈഡിൻ്റെയും നൈട്രജൻ്റെയും ഒരു മിശ്രിതമാണ്. അത് ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ. കാർബൺ മോണോക്സൈഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് അത് ഡേഞ്ചറസ് ആണ് എന്ന് പറയുന്നത്? കാർബൺ മോണോക്സൈഡ് കത്തുന്ന സമയത്ത് കാർബണിൻ്റെ അളവ് കൂടുതലും ഓക്സിജൻ്റെ അളവ് വളരെ കുറവുമായ കേസിൽ കാർബൺ മോണോക്സൈഡാണ് ഉണ്ടാകുന്നത്. 2C+O2 gives 2CO. അതെന്തുകൊണ്ടാണ് ഡേഞ്ചറസ്? കാർബൺ മോണോക്സൈഡ് ഒരു പോയിസണസ്, വിഷമുള്ള ഒരു ഗ്യാസാണ് കാർബൺ മോണോക്സൈഡ്. ആ കാർബൺ മോണോക്സൈഡ് നമ്മുടെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിനുമായിട്ട് അത് റിയാക്ട് ചെയ്തിട്ട് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കും. ഈ കാർബോക്സി ഹീമോഗ്ലോബിൻ നമ്മുടെ ബ്ലഡിൻ്റെ ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റീനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് മരണത്തിലേക്ക് വരെ നയിക്കാനിടയുണ്ട്. അതുകൊണ്ട് ഇത് കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാർബൺ മോണോക്സൈഡിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? അതൊരു ഗേഷ്യസ് ഫോമിലുള്ള ഒരു ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വാട്ടർ ഗ്യാസ്, കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും ഒരു മിശ്രിതമാണ്. വാട്ടർ ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ ഉപയോഗിക്കും. പ്രൊഡ്യൂസർ ഗ്യാസിൻ്റെ പ്രൊഡക്ഷനിൽ ഉപയോഗിക്കും. പ്രൊഡ്യൂസർ ഗ്യാസ് കാർബൺ മോണോക്സൈഡിൻ്റെയും നൈട്രജൻ്റെയും മിശ്രിതമാണ്. ഒരു മെറ്റലർജിയിൽ ഒരു റെഡ്യൂസിങ് ഏജൻ്റായിട്ടും കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കും. നമുക്കൊരു സോൾട്ട് തന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് നമ്മളത് കാർബണേറ്റിൻ്റെ സോൾട്ടാണെന്ന് ഉറപ്പിക്കുന്നത്? അതിന് എളുപ്പമാണ്. ആദ്യം ആ സൊല്യൂഷനിലേക്ക് ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യണം. ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സോൾട്ട് ഒരു കാർബണേറ്റിൻ്റെ സോൾട്ടാണെന്ന് ഒരു ചാൻസ് ആണ് അവിടെ കാണുന്നത്. ഇനി ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിലേക്ക് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തിട്ട് ഒരു റിയാക്ഷൻ നടന്ന് ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഒരു കളർലെസ് ലിക്വിഡിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും നമുക്ക് ആദ്യം തന്നത് ഒരു കാർബണേറ്റിൻ്റെ സോൾട്ടായിരുന്നു എന്ന്. അതായത് ബേരിയം ക്ലോറൈഡ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നമ്മൾ തന്നിരിക്കുന്ന സോൾട്ട് ഒരു കാർബണേറ്റിൻ്റെ സോൾട്ട് Na2CO3 ആണെന്നിരിക്കട്ടെ. അപ്പോൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് ബേരിയം ക്ലോറൈഡ് ആണ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കുന്നത്. ഇത് കിട്ടിയിട്ട് ഇത് പറയുമ്പോൾ ഒരു കാർബണേറ്റിൻ്റെ സോൾട്ട് ആകുന്ന ഒരു ചാൻസ് നമുക്ക് മനസ്സിലായി. അത് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇതിനകത്തേക്ക് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തു. ഈ റിയാക്ഷൻ നടന്നു. അപ്പോൾ BaCl2 H2O+CO2 ആണ് പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. ഈ BaCl2 ആണ് കളർലെസ് ലിക്വിഡായി മാറുന്നത്. അപ്പോൾ ഇത്രയും റിയാക്ഷൻസ് നടന്ന് കളർലെസ് ലിക്വിഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് കാർബണേറ്റ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. നമ്മൾ ഇപ്പോൾ പഠിച്ച സെക്ഷനിൽ നിന്നുള്ള 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി കവർ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: ഡാഷ് എലക്ട്രോപ്സ് ഹാവ് ഡെഫിനിറ്റ് ജോമെട്രിക്കൽ ഷേപ്പ്. ആൻസർ: ക്രിസ്റ്റലൈൻ. ഡാഷ് ഈസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ നേച്ചർ. ഡയമണ്ട്. ഈച്ച് കാർബൺ ആറ്റം ഇൻ ഡയമണ്ട് ഈസ് കോവലൻ്റ്ലി ബോണ്ടഡ് ടു ഡാഷ് അതർ കാർബൺ ആറ്റംസ് സറൗണ്ടിങ് ഇറ്റ്. ഡയമണ്ടിലെ ഓരോ കാർബൺ ആറ്റവും ചുറ്റുപാടുമുള്ള എത്ര കാർബൺ ആറ്റവുമായിട്ടാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ: 4. ഡയമണ്ട് ഹാസ് ഡാഷ് ഫ്രീ ഇലക്ട്രോൺസ്. 0. ഈച്ച് കാർബൺ ആറ്റം ഇൻ ഗ്രാഫൈറ്റ് ഈസ് കോവലൻ്റ്ലി ബോണ്ടഡ് ടു ഡാഷ് അതർ കാർബൺ ആറ്റംസ് സറൗണ്ടിങ് ഇറ്റ്. ഗ്രാഫൈറ്റിൽ ഓരോ കാർബൺ എത്ര കാർബണുമായിട്ടാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്? ആൻസർ: 3. ഗ്രാഫൈറ്റ് ഹാസ് dash free electrons. Answer: 1. Weight of dash is 1/200 of steel. Answer: graphene. Weight of dash is 1/5 of aluminium. Answer: graphene. Dash can revolutionize the field of nanotechnology. Answer: graphene. Dash is multi-layered allotrope of carbon. Graphite. Dash is a single-layered allotrope of carbon. Answer: graphene. Dash is
A carbon allotrope with hollow spherical structure consisting of pentagons and hexagons. Answer: fullerene. Fullerene having a hollow spherical structure consisting of pentagons and hexagons are known as buckyballs. Dash is a carbon allotrope with cylindrical structure. Fullerene. Fullerene having cylindrical structure are known as Bucky tubes. Carbon nanotubes are using dash. Answer: Bucky tubes. Dash has revolutionized information and communication technology. Fullerene, buckyballs and bucky tubes. Na2CO3 10H2O is known as washing soda. NaHCO3 is known as baking soda. Name a chemical fertilizer. Urea. Combination of carbon monoxide and hydrogen is known as answer: water gas. Producer gas is a combination of carbon monoxide plus dash nitrogen. Name a carbon compound that is a poisonous gas. Carbon monoxide CO. Chemical name of marble is dash CaCO3. Carbonates and bicarbonates are salt of carbonic acid H2CO3. ടോപ്പ് ട്യൂഷൻ്റെ ഈ ട്യൂട്ടോറിയൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഇതുപോലെയുള്ള കൂടുതൽ ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങളുടെ എക്സാമിന് ഉപകാരപ്രദമായിരിക്കും. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി അറിയിക്കുക. കൂടുതൽ ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകൾക്കും മറ്റു വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.